തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രോത്സവത്തിൽ കലാപരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളെ വേദിയിൽ നിന്നിറക്കി വിട്ട് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ. പരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവ് ഉത്സവ സംഭാവന നൽകാത്തതിലുള്ള പ്രതികാര നടപടിയായിരുന്നു സംഭവത്തിന് പിന്നിൽ. നെയ്യാറ്റിൻകര ചെങ്കൽക്കാരിയോട് ശ്രീഭദ്രകാളി ദേവി മുടിപ്പുര ക്ഷേത്രത്തിലായിരുന്നു സംഭവം. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് തന്നെ പ്രവർത്തിച്ചുവരുന്ന നാട്യശ്രീ നൃത്തവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ മക്കളടങ്ങുന്ന 20 അംഗ സംഘമാണ് നൃത്തപരിപാടിക്ക് എത്തിയത്. ക്ഷേത്ര ഉത്സവത്തിന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ട 5000 രൂപ സംഭാവന നൽകാത്തതിലെ പ്രതിഷേധമായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. എല്ലാ പാരന്റ്സും നല്ല സപ്പോർട്ടായിട്ടാണ്. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഞാൻ കാശ് 5000 രൂപയിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടും ടീച്ചറിനോട് വളരെ മോശം, ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കാണിക്കാതെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇടി വാടി ഇറങ്ങിപ്പോടി എന്നുള്ള അനാവശ്യമായ ഒരുപാട് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, അത്ര മോശമായ രീതിയിലാണ് അത്. അതിൽ പലരും മദ്യപിച്ചിട്ടാണ് വന്നത്. കൊച്ചുകുട്ടി 4 വയസ്സ് മുതലുള്ള കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. രാവിലെ 10-10:30 മുതൽ ഞങ്ങളിവിടെ മേക്കപ്പിന് വന്നതാണ്. 4 വയസ്സായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണ് വന്നതെന്നുള്ള ഒരു പരിഗണന ഒന്നും കാണിക്കാതെയാണ് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടത്. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ പാരന്റ്സും കുട്ടികളും എല്ലാവരും ഇറങ്ങിയത്. അവന്തിക ശേഖരനെയും അനനിക ശേഖരനെയും സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടുമായി ക്ഷേത്ര കമ്മിറ്റിയിലെ അംഗമായ പ്രദീപ് രംഗത്തെത്തുകയായിരുന്നു. 2 കുട്ടികളെയും കളിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ തങ്ങളുടെ മക്കളും കളിക്കുന്നില്ല എന്ന നിലപാടുമായി ബാക്കിയുള്ള രക്ഷിതാക്കളും രംഗത്തെത്തി. പ്രദീപിന്റെ ഭാഗത്തുനിന്ന് ഉയർന്ന എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കുട്ടികൾ ആദ്യ നൃത്തം സ്റ്റേജിൽ അവതരിപ്പിച്ചു. സംഘമായി എത്തിയ കമ്മിറ്റിക്കാർ കുട്ടികളെ വേദിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അനീഷിനോട് ഭാരവാഹികൾ ആവശ്യപ്പെട്ട തുക നൽകാമെന്ന് പറഞ്ഞിട്ടും പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്ന് നൃത്ത അധ്യാപിക ഷെർലി ആവശ്യപ്പെട്ടു. പരിപാടിയിൽ കുട്ടികൾക്ക് 6000 രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. പരിപാടി അവതരിപ്പിക്കാതെ വന്നതോടെ തുകയും നഷ്ടമായി. ക്ഷേത്ര ഭാരവാഹികൾ കാണിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായതിനാൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണിവർ. ഇതുപോലെ നമ്മൾ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും കുട്ടികളുടെ ഒരു കലാവിരുന്ന് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കാത്തത് എന്ന് ഞാനങ്ങ് പറഞ്ഞു. ആ സമയത്ത് കുറേ ആൾക്കാർ അമ്പല കമ്മിറ്റിക്കാരെന്നാണ് ഇവർ പറയുന്നത്. അവർ എല്ലാവരും ഫുള്ള് കുടിച്ച് ഫിറ്റായി നിന്നിട്ടുള്ള സംസാരം മോശമായിട്ട്, നിന്നെ ഇവിടെ പ്രസംഗിക്കാനാണോ വിളിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. അതിൻ്റെ വീഡിയോസും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് അതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അതേസമയം അരങ്ങേറ്റം നടത്തുന്നവരിൽ നിന്ന് ഫീസ് ഇനത്തിൽ 2000 രൂപ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാൻ വിസമ്മതിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ക്ഷേത്രഭരണ സമിതി അംഗങ്ങൾ പറയുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിലേക്കുള്ള അന്നദാന കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് സംഭാവന ചോദിക്കുന്ന സാധാരണമാണ്. മൊത്തം ഇവിടെയുള്ള നാട്ടുകാരുടെ എല്ലാവരും നമ്മൾ ചോദിക്കും. ഒരു വ്യക്തിക്ക് നമ്മൾ ഇതുവരെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പിന്നെ ആരെങ്കിലും ഇപ്പം തരാൻ ഇല്ലെന്ന് പറഞ്ഞിരുന്നാലും നമ്മളത് എഗ്രിയാണ്, അതിന് വിഷയമില്ല. നമ്മൾ ഇപ്പം തരാൻ കഴിവില്ലെങ്കിൽ തന്നില്ലെങ്കിലും വിഷയമില്ല. അവരോട് അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഇതുവരെ കമ്മിറ്റിക്കാരോ ഇവിടെ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയും പെരുമാറിയിട്ടില്ലെന്നാണ് എൻ്റെ ആത്മവിശ്വാസം ഇന്നും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.